സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. പൊതുമുതൽ നശിപ്പിച്ചതിനും വനിതാ പോലീസിനെ ആക്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. 9 പേർക്കെതിരെയാണ് എഫ്ഐആർ. കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയും കേസെടുത്തു. പ്രവർത്തകർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണം. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, എന്തൊക്കെയാണ് വകുപ്പുകൾ? ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ എന്തായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ? പ്രവർത്തകർക്കെതിരെ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. PDPP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഔദ്യോഗിക കൃത്യതയോളം തടസ്സപ്പെടുത്തി അനധികൃതമായി സംഘം ചേർന്നു, ഒപ്പം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ആക്രമിച്ച, കൈക്ക് ചതവുണ്ടാക്കി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ഇതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. 9 പേർക്കെതിരെയാണ് എഫ്ഐആർ. ഒപ്പം കണ്ടാൽ അറിയാവുന്ന 11 പേർക്കെതിരെയും 11 പേരെയും കേസിൽ പ്രതി ചേർക്കും. എന്തായാലും കോടതി നിലവിൽ ഒരു ഇടക്കാല ജാമ്യം മാത്രമാണ് അനുവദിച്ചത്. തിങ്കളാഴ്ച ഇവർ വീണ്ടും കോടതിയിൽ ഹാജരാകണം. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അന്തിമ ജാമ്യത്തിന്റെ കാര്യം കോടതി പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കേതികമായി കോടതി ഒരു ജാമ്യം അനുവദിച്ചാണ്. തിങ്കളാഴ്ച വീണ്ടും കേസ് പരിഗണിച്ചായിരിക്കും അന്തിമമായ ഒരു ജാമ്യം കോടതി നൽകും. എന്തായാലും പ്രവർത്തകർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഏറെ നേരം പോലീസിനെ വളച്ചൊരു സമരമായിരുന്നു ഇന്നത്തെ മഹിളാ മോർച്ചയ്ക്ക്. പ്രവർത്തകർക്ക് കോടതി ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. തിങ്കളാഴ്ച വീണ്ടും ഇവർ ഹാജരാകണം. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വാർത്താമഴ തുടരും, ഇടവേളയ്ക്ക് ശേഷം.